ആദ്യമായി 100 കോടി ക്ലബിലെത്തിയ ചിത്രമായ പുലിമുരുകന്റെ സാങ്കേതിക മികവ് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. ചിത്രത്തിൽ മോഹൻലാലും പുലിയും തമ്മിലുള്ള സംഘട്ടന രംഗങ്ങൾ അതിസാഹസികമായാണ് ചിത്രീകരിച്ചതെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. എന്നാൽ ബൊമ്മയെ വെച്ചാണ് ചിത്രത്തിലെ ഫൈറ്റ് രംഗങ്ങൾ ചിത്രീകരിച്ചത് എന്ന് സാധൂകരിക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥ കടുവയെ ഉപയോഗിച്ചാണ് ഫൈറ്റ് സീനുകൾ ഷൂട്ട് ചെയ്തതെന്ന് നേരത്തെ ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ അറിയിച്ചിരുന്നു. എന്നാൽ ലൊക്കേഷനിലും ബൊമ്മയോടൊപ്പം മോഹൻലാലും സംഘവും നിൽക്കുന്ന ചിത്രമാണ് ഫേസ്ബുക്കിലൂടെ ഇപ്പോൾ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചിത്രത്തിലെ സീനുകൾ ബൊമ്മയെ വെച്ചാണ് ചെയ്തത് എന്ന് സോഷ്യൽ മീഡിയ പറയുന്നു. എന്നാൽ തർക്കങ്ങൾക്കിടയിൽ ഇതിനുള്ള വിശദീകരണവുമായി സംവിധായകനായ വൈശാഖ് രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രങ്ങളിലുള്ളത് കടുവയുടെ ഡെമ്മിയാണ്. ഷൂട്ടിംഗ് ആരംഭിക്കുന്നതിന് മുമ്പ് ക്യാമറയുടെ ആംഗിളും കടുവയുടെ അകലവുമൊക്കെ അറിയാനാണ് ചിത്രീകരണത്തിന് ഉപയോഗിച്ച ജീവനുള്ള കടുവയുടെ അതേ വലിപ്പവും ഭാരവുമൊക്കെയുള്ള ഡമ്മി കടുവയെ നിർമ്മിച്ചത്. ചിത്രീകരണ സമയത്ത് മികച്ച റിസൾട്ട് ലഭിക്കാൻ മുൻകൂട്ടി നടത്തിയ തയ്യാറെടുപ്പിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. സാങ്കേതിക രംഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കെല്ലാം അറിയാവുന്ന കാര്യമാണിത്. ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന ചിത്രത്തിൽ കടുവയുടെ ഒരു ബൊമ്മയല്ലേ കാണുന്നത്, അതുപയോഗിച്ച് എങ്ങനെയാണ് സിനിമയിൽ കണ്ടതുപോലെ മൂവ്മെന്റ് സാധ്യമാവുക എന്നും സംവിധായകൻ ചോദിക്കുന്നു. ചിത്രീകരണം തുടങ്ങുന്നതിന് മുമ്പ് ക്യാമറ സെറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതുണ്ട്. ഇത്തരം തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയാണ് ഡമ്മി നിർമ്മിച്ചത്. പുലിമുരുകൻ സിനിമയുടെ കലാ സംവിധായകനായ ജോസഫ് നെല്ലിക്കൽ ആണ് ചിത്രം ആദ്യം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദീകരണം അദ്ദേഹം നൽകുമെന്നും വൈശാഖ് കൂട്ടിച്ചേർത്തു. കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ മലയാളം ക്രിയേഷൻസ്.